ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഫിഫ്ത്ത് സെമസ്റ്റർ BCom ആൻഡ് BBA ക്ലാസ്സുകൾക്കാണ് നമ്മൾ ഈ റിവിഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ 5 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ വരെയുള്ള ചാപ്റ്റേഴ്സാണ് ഇതുവരെ കവർ ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ, ചാപ്റ്റർ 6 ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ചെറിയൊരു ചാപ്റ്ററാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിനിമം ഒരു 5-6 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് എക്സാമിനേഷനിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ സെക്ഷൻ 45 ടു സെക്ഷൻ 55 ആണ് ക്യാപിറ്റൽ ഗെയിന് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, ദ ബേസിസ് ഓഫ് ചാർജ് ഈസ് പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് ക്യാപിറ്റൽ ഗെയിനിലേക്ക് നമ്മൾ എന്താണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നതാണ് ആദ്യമായിട്ട് ലോ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 14ലാണ് ക്യാപിറ്റൽ അസറ്റ് എന്താണ് എന്നത് പറയുന്നത്. അത് ചെറിയ മാർക്കിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ എഴുതാൻ പറ്റിയാൽ എന്താണ് എക്സാമിനറെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ് സെക്ഷൻ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. പ്രോപ്പർട്ടി, ഓക്കെ, ഇറ്റ് മീൻസ് എ പ്രോപ്പർട്ടി, നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു വസ്തു ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി. അസസിയുടെ കൈവശം ഉണ്ടായിരിക്കണം. വെദർ കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് പ്രൊഫഷൻ ഓർ നോട്ട്. ഒന്നുകിൽ ബിസിനസ്സായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. ക്യാപിറ്റൽ അസറ്റ് അസസിയുടെ കൈവശം ഉള്ളതായിരിക്കണം. ഓക്കെ, ഇറ്റ് മേ ബി മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ഫിക്സഡ് ആവാം, ഫ്ലോട്ടിംഗ് ആവാം, എനിത്തിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ്വിൽ, ലീസ് ഹോൾഡ് റൈറ്റ്സ്, ഷെയർ, ജ്വല്ലറി, മാനുഫാക്ചറിങ് ലൈസൻസ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുന്നത്. സ്ഥലം, ലാൻഡ് പരിഗണിക്കുന്നുണ്ട്, ബിൽഡിംഗ് പരിഗണിക്കുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി പരിഗണിക്കുന്നുണ്ട്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്. സാധാരണ കാണുന്ന നമ്മൾ എന്താണ് അക്കൗണ്ട്സിൽ കാണുന്ന അസറ്റുകളെല്ലാം എന്താണ് ഇവിടെ ക്യാപിറ്റൽ അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സെപ്ഷൻസ് നമുക്ക് നോക്കണം. ഓക്കെ, എക്സെപ്ഷൻസ് നമുക്ക് നോക്കണം. അതിന് മുൻപായിട്ട് പറഞ്ഞ് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അസസ്മെന്റ് ഇയർ 2015-16 പറഞ്ഞിരിക്കുന്നത് എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഹു ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് മെയ്ഡ് അണ്ടർ ദ സെബി ആക്ട് 1992 വുഡ് ഓൾസോ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഓക്കെ വന്നിട്ട് ഇവിടെ സെക്യൂരിറ്റീസ്, ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ വാങ്ങുകയാണെങ്കിൽ അത് ആ സെക്യൂരിറ്റീസിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആരെ വാങ്ങുന്ന നേരത്താണ് ഇത് സെക്യൂരിറ്റീസിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുന്നത്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അത് സെക്യൂരിറ്റീസ് ആയിരിക്കണം. ഓക്കെ, ഏത് അസസ്മെൻറ്റ് ഇയർ മുതലാണ്? 15-16 മുതലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ലോയിൽ. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻസ് ആണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ എക്സെപ്ഷൻസ് മീൻസ് എന്താണ്? ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെടാത്ത സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എക്സെപ്ഷൻസ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എക്സെപ്ഷൻസ് എന്താ പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. കമേഴ്ഷ്യൽ ഗുഡ്സ് ലൈക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോർ, റോ മെറ്റീരിയൽ ഒക്കെ എന്താണ് ക്യാപിറ്റൽ അസറ്റായിട്ട് എന്താണ് പരിഗണിക്കില്ല. സ്റ്റോക്ക് മെയിനായിട്ടും ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. മൂവബിൾ അസറ്റ് ഓർ ഫോർ പേഴ്സണൽ യൂസ് ലൈക്ക് കാർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, അതായത് വ്യക്തിപരമായ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് മൂവബിൾ അസറ്റ് എന്താണ്? അതൊന്നും നമ്മൾ വീട്ടിൽ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അസറ്റ്സ്, അതായത് നമ്മൾ വാങ്ങുന്ന റെഫ്രിജറേറ്റർ ആവട്ടെ, വീട്ടാവശ്യത്തിനായിട്ട് വാങ്ങുന്ന വാഷിംഗ് മെഷീൻ ആവട്ടെ, ടെലിവിഷൻ ആവട്ടെ, ഇതൊന്നും ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നോർമലി ഒരാൾ വീട്ടിലേക്കൊരു ടെലിവിഷൻ വാങ്ങി അയാൾ വിൽക്കണ നേരത്ത് അതിന് ലോസേ ആക്കി വരുള്ളൂ. വാങ്ങിയ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അയാൾക്ക് അത് വിൽക്കാൻ സാധിക്കുള്ളൂ. അത് ക്യാപിറ്റൽ അസറ്റായിട്ട് നിയമം പരിഗണിച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ആ ഒരു വകുപ്പ് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്താണ് ക്യാപിറ്റൽ ലോസ് എന്ന് കാണിച്ചുകൊണ്ട് മറ്റ് എന്താണ് ഇൻകത്തിൽ നിന്ന് അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് നിയമം എന്താണ് വ്യക്തിപരമായിട്ട് വീട്ടിലേക്ക് വാങ്ങി വെക്കുന്ന ഐറ്റംസിനെ മൂവബിൾ ഐറ്റംസ് ആണെങ്കിൽ, അതിപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത് ഇമ്മൂവബിൾ ഐറ്റംസ് ആണ്. അല്ലാത്ത മൂവബിൾ ഐറ്റംസിനൊക്കെ എന്താണ് ഇപ്പോൾ കാറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് വ്യക്തിപരമായിട്ട് യൂസ് ചെയ്യുന്നതൊന്നും ക്യാപിറ്റൽ അസറ്റായിട്ട് നിയമം പരിഗണിക്കാത്തത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ നോട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എനി മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെൻറ്റ് ബോർഡ് ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് 10,000. ഓക്കെ, ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ പോപ്പുലേഷൻ 10,000 ആണ്. അപ്പോൾ അതിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന എന്താണ് അതിൻ്റെ പരിധിക്കുള്ളിൽ പരിഗണിക്കില്ല. അതിന് പുറത്ത് വരുന്ന അഗ്രികൾച്ചർ ലാൻഡിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ഉള്ളിൽ എന്താണ് ലാൻഡ് ഉണ്ട്, അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. അപ്പോൾ ആ മുനിസിപ്പാലിറ്റീൻ്റെ പോപ്പുലേഷൻ 10,000 കൂടുതലാണെങ്കിൽ അതിനെ എന്താണ് ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. ആ ഒരു മുനിസിപ്പാലിറ്റി ലിമിറ്റിന് പുറത്ത് നിൽക്കുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അവിടെ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. രണ്ടാമത്തെ പോയിന്റ്, ഇൻ ഏരിയാസ് ലൈയിങ് വിത്തിൻ എ ഡിസ്റ്റൻസ് നോട്ട് എക്സീഡിങ് 8 കിലോമീറ്റേഴ്സ് ഫ്രം ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് സച്ച് മുനിസിപ്പാലിറ്റീസ്. ആ ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് അഗ്രികൾച്ചറൽ ലാൻഡ് ഉള്ളത് എങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. ആ 8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അഗ്രികൾച്ചർ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. നമ്മളത് എഴുതേണ്ടത് ആ പോയിൻ്റാണ്. 8 കിലോമീറ്ററിന് ശേഷമാണ്, 8 കിലോമീറ്റർ ദൂരത്തിന് അപ്പുറത്താണ് നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നത്. 3 പോയിൻ്റ് ആയിട്ടുള്ളൂ. ഇനിയും നമുക്കൊരു 3 പോയിൻറ്റും കൂടി നോക്കാനായിട്ടുണ്ട്. അടുത്ത പോയിന്റ്സ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഗോൾഡ് ബോണ്ട് ആൻഡ് നാഷണൽ ഡിഫൻസ് ബോണ്ട്. ഗോൾഡ് ബോണ്ട് ആൻഡ് നാഷണൽ ഡിഫൻസ് ബോണ്ട് കൈവശം വെച്ചാൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ. സ്പെഷ്യൽ ബെയറർ ബോണ്ട് 1991 ഗവൺമെൻറ് ഇറക്കിയ ബോണ്ടുകളാണ്. അത് ഒരാൾ കൈവശം വെക്കുകയാണെങ്കിൽ അതിൽ ക്യാപിറ്റൽ ഗെയിൻ വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കില്ല. ആ കാര്യം സ്പെഷ്യൽ ബെയറർ ബോണ്ട്സിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുന്നില്ല. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് അല്ലെങ്കിൽ അണ്ടർ ഗോൾഡ് ഡെപ്പോസിറ്റ് ഷെയറിലും വരികയാണെങ്കിൽ, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് ഗോൾഡ് ഡെപ്പോസിറ്റ് ഷെയറിൽ പെടുകയാണെങ്കിൽ 1999 വിടുകയാണെങ്കിൽ അതും ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു 6 പോയിന്റ്സിൽ ഒരു 5 പോയിന്റെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. അത് പോയിന്റ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഇനി നോക്കാനുള്ളത് ക്യാപിറ്റൽ അസറ്റ് ആർ ഓഫ് 2 ടൈപ്സ്. 2 തരം ക്യാപിറ്റൽ അസറ്റാണുള്ളത്. ക്യാപിറ്റൽ അസറ്റിനെ 2 തരത്തിലാണ് താരതമ്യം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 2 തരം ക്യാപിറ്റൽ അസറ്റുകളെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, രണ്ടാമത്തേത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അപ്പം എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നത് നമുക്ക് നോക്കണം. വാട്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്? ഓക്കെ. Long term capital asset means a capital asset held by an assessee for more than 36 months immediately preceding. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിയെന്ന് കൂട്ടാം. ഓക്കെ. ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു മെഷീനറി നമ്മൾ വാങ്ങി, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ടൊരു മെഷീനറി വാങ്ങി. അത് നമ്മൾ വാങ്ങിയിട്ട് 36 മാസങ്ങൾ നമ്മളത് ഉപയോഗിച്ചു. 3 വർഷം ഉപയോഗിച്ചിട്ടാണ് അത് വിൽക്കുന്നത് എങ്കിൽ അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ. അടുത്തതായിട്ട് ശ്രദ്ധിക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്യൂരിറ്റി അതർ ദാൻ ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഓർ എ യൂണിറ്റ് ഓഫ് എൻ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഓർ എ സീറോ കൂപ്പൺ ബോണ്ട് എ പീരീഡ് ഓഫ് 12 months ഷാൽ ബി അപ്ലിക്കബിൾ. ഓക്കെ. അപ്പോൾ സെക്യൂരിറ്റീസ്, ഷെയറും ഡിബഞ്ചറും അത് ലിസ്റ്റഡ് ആണെങ്കിൽ, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണെങ്കിൽ, അതല്ല മ്യൂച്വൽ, അതായത് നമ്മുടെ UTI, ഓക്കെ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർ, ഡിബഞ്ചർ വിച്ച് ഇസ് ലിസ്റ്റഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അത്തരത്തിലുള്ള കേസാണെങ്കിൽ 12 മാസം കഴിഞ്ഞിട്ട് നമ്മളത് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കും. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി
ബീങ് ലാൻഡ് ഓർ ഹൗസ് പ്രോപ്പർട്ടി ഓർ ബിൽഡിംഗ്. ലാൻഡ്, ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ 24 മാസമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. 24 മാസം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണെങ്കിൽ എന്താ ആയിത്തീരുക? അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അടുത്തത് സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഷെയർസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ്, അതായത് അൺലിസ്റ്റഡ് ഷെയറുകൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയറുകളാണെങ്കിൽ എങ്ങനെയാണ് വരിക? ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഷുഡ് ബി മോർ ദാൻ 24 മന്ത്സ്. ഇവിടെ 24 മാസമാണ്. അപ്പോൾ നമ്മൾ 3 കണക്കുകളാണ് കണ്ടത് അല്ലേ? 36 മാസം. ജനറലി ക്യാപിറ്റൽ അസറ്റിൽ 36 മാസങ്ങളാണ് കണക്കാക്കേണ്ടത്. അതിൽ നമ്മൾ 3 സബ് കാറ്റഗറീസ് കണ്ടു. ഒന്ന് ലിസ്റ്റഡ് ഷെയർ അല്ലെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റി, അൺലിസ്റ്റഡ് സെക്യൂരിറ്റി, അതേപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അൺലിസ്റ്റഡ് സെക്യൂരിറ്റിയും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കും 24 മാസമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടൈം ഉള്ളത്. ഓക്കെ, ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണെങ്കിൽ 12 മാസമാണുള്ളത്. അല്ലാത്ത ഏത് ക്യാപിറ്റൽ അസറ്റിനും 36 മാസമാണ് ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടൈം ഉള്ളത്. ആ 36 മാസത്തിന് ശേഷമാണെങ്കിൽ അതിനെ ലോങ് ടേം ആയിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തൊക്കെയാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് 24 മാസം, അൺലിസ്റ്റഡ് ഷെയറിന് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റിക്ക് 24 മാസം, ലിസ്റ്റഡ് സെക്യൂരിറ്റിക്ക് 12 മാസം, അതർ ക്യാപിറ്റൽ അസറ്റ്സ് ആണെങ്കിൽ എനി അതർ ക്യാപിറ്റൽ അസറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റേത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 36 മാസം. അതാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, അപ്പോൾ അതേ വകുപ്പുകളാണ് എന്തിൽ വരുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ വരുന്നത്. സാധാരണ അസറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 36 മാസത്തിനുള്ളിലാണ് നമ്മളൊരു വിൽക്കുന്നതെങ്കിൽ, ആ ഒരു അസറ്റ് വിൽക്കുന്നതെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കും. അത് ഇനിയിപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ 12 മാസത്തിന് ഉള്ളിലാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ അതിനെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. അതേപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ 24 മാസത്തിനുള്ളിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അതേപോലെ അൺലിസ്റ്റഡ് ഷെയർ ആണെങ്കിൽ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ആണെങ്കിൽ അതും 24 മാസത്തിനുള്ളിലാണ്. 24 മാസത്തിനുള്ളിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കും. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളതാണ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിന് അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, വെൻ എ ഡിപ്രീസിയബിൾ അസറ്റ്, an asset on which depreciation can be charged as per the act, is transferred, it will always result in short-term capital gain or loss irrespective of the period for which it is held by the assessee. ഓക്കെ, അതായത് ഡിപ്രിസിയേഷൻ വരുന്ന അസറ്റുകളാണെങ്കിൽ അധികം അതിനെന്താണ് ലോസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനേ വരും എന്നാണ് പറഞ്ഞത്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ദ ഗെയിൻ വിച്ച് അറൈസസ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ് ഒരു ക്യാപിറ്റൽ അസറ്റ് എന്നതും അതേപോലെ എത്ര തരം ക്യാപിറ്റൽ അസറ്റുകളാണ് നിയമം പരിഗണിക്കുന്നത് എന്നതുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ. അതും നിയമം ഡിഫൈൻ ചെയ്ത് വെക്കണം. എന്താണ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ? സെയിൽ, എക്സ്ചേഞ്ച്, റിലിംഗ്വിഷ്മെൻറ്റ് ഓഫ് ദ അസറ്റ്. കൈമാറ്റം ചെയ്യുക, ഒരു അസറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക. സെയിൽ എക്സ്ചേഞ്ച് ഓർ റിലിംഗ്വിഷ്മെൻറ്റ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എസ്റ്റിംഗ്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ദേറിൻ. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അവകാശം നഷ്ടപ്പെടുക, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാശ് കിട്ടുകയാണെങ്കിൽ അതും ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും. ഒരു അസറ്റ് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ അവകാശം നഷ്ടപ്പെടുക. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉടമക്ക് ആ ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടുകയാണ്, അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അയാൾക്ക് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അതിന് നഷ്ടപരിഹാരമായിട്ട് തുക കിട്ടും. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് കമ്പൾസറി ആക്വിസിഷൻ. അത് ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതും കമ്പൾസറി ആക്വിസിഷൻ ചിലപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കാം, ചിലപ്പോൾ സ്വകാര്യ വ്യക്തികൾ കമ്പൾസറിലി ഏറ്റെടുക്കാം. അതിന് നമുക്ക് അതിനുള്ളൊരു തുക, ആ ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു തുക നമുക്ക് തരാം. അതിലെന്ത് വരും? ക്യാപിറ്റൽ ഗെയിൻ വരും എന്നുള്ളത് നോക്കാം.
പിന്നെ കൺവേർഷൻ ഓഫ് അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്, നമ്മളെ കൈവശം വെച്ചിരിക്കുന്ന അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഒരു സ്ഥാപനം വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഒരു അസറ്റ് അത് അവരുടെ സ്റ്റോക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. പിന്നെ കൺവേർഷൻ ഓഫ് എ ബിസിനസ് ഇൻ ടു എ ലിമിറ്റഡ് കമ്പനി, അതായത് ഒരു ബിസിനസ്സിനെ ലിമിറ്റഡ് കമ്പനി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള അസറ്റുകളൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലേക്ക് പരിഗണിക്കുക. ആറാമത്തെ പോയിന്റ്, എനി ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ട്രാൻസ്ഫറിംഗ് ദ പൊസഷൻ ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് പെർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ, പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ വരുന്ന എന്താണ്, എന്തെങ്കിലും നമുക്കെന്താണ് അതിനൊരു ക്യാഷ് കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാപിറ്റൽ ഗെയിന് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് സർട്ടൺ ട്രാൻസാക്ഷൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാത്ത ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, സെക്ഷൻ 47 അപ്പോൾ ചില ട്രാൻസ്ഫേഴ്സിനെ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കില്ല. ഏതൊക്കെയാണത് എന്നാണ് നോക്കാനുള്ളത്. എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓൺ ദ ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി പാർട്ടീഷൻ ചെയ്യുന്ന നേരത്ത് എന്താണ് വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റുകൾ എന്താണ് അതിനെ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, നമ്മളെന്താ അവിടെ നോക്കുന്നത്, സർട്ടൺ ട്രാൻസാക്ഷൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാത്ത ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാത്ത ട്രാൻസാക്ഷൻസ് ആണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ എന്താണ് പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് അണ്ടർ എ ഗിഫ്റ്റ് ഓർ വിൽ ഓർ ആൻ ഇർറിവോക്കബിൾ ട്രസ്റ്റ്. ഒരാൾക്ക് നമ്മൾ തീർ എഴുതി കൊടുക്കുകയാണെങ്കിൽ, അതായത് അവകാശികൾക്ക് എന്താണ് ഇപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ തീർ എഴുതി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് തീർ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല, അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. മൂന്നാമത്തെ പോയിന്റ്, എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബൈ എ കമ്പനി ടു ഇറ്റ് സബ്സിഡറി ഇഫ് ദ പാരന്റ് കമ്പനി ഹോൾഡ്സ് ദ ഹോൾ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സബ്സിഡറി കമ്പനി ആൻഡ് ദ സബ്സിഡറി കമ്പനി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി. ഓക്കെ, അതായത് ഒരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനി എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുക്കപ്പെടുന്ന കമ്പനി എന്താണ് സബ്സിഡറി കമ്പനിയും ഏറ്റെടുക്കുന്ന കമ്പനി പാരന്റ് കമ്പനിയുമാണ്. അപ്പോൾ ഈ പാരന്റ് കമ്പനി അസറ്റ് സബ്സിഡറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല, പ്രത്യേകിച്ചും ആ സബ്സിഡറി കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ. ഇനി നാലാമത്തെ പോയിന്റ്, എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബൈ എ സബ്സിഡറി കമ്പനി ടു ദ ഹോൾഡിംഗ് കമ്പനി if the whole of the share capital of the subsidiary company is held by the holding company and the holding company is an Indian company. അപ്പോൾ നേരത്തെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇനി പറയുന്നത് എന്താണ്, സബ്സിഡറി കമ്പനി നേരെ തിരിച്ച് ഹോൾഡിംഗ് കമ്പനിയിലേക്ക് എന്ത് ചെയ്യുക, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഹോൾഡിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അവിടെ എന്താണ് അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ്, എനി ട്രാൻസ്ഫർ ഇൻ എ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓഫ് എ capital asset by the amalgamating company, okay, to the amalgamated company if the amalgamated company is an Indian company. അതായത് ഈ പോയിന്റ് തന്നെ ഒന്നും കൂടി എഴുതിയിരിക്കുന്ന ഇവിടെ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അമാൽഗമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതും ഒരു പാരന്റ് സബ്സിഡറി ബന്ധം, അല്ലെങ്കിൽ എന്താണ് രണ്ട് കമ്പനികൾ തമ്മിൽ ലയിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒന്നാവുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനിയെ അമാൽഗമേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയിലേക്ക് എന്താണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ അമാൽഗമേറ്റ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനി അതൊരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എന്താണ് അവിടെ കൂടിച്ചേരുന്ന ഒരവസ്ഥയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ സ്വീകരിക്കുന്ന കമ്പനി ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എന്താണ് അവിടെ ക്യാപിറ്റൽ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അതാണ് ഇവിടെ എന്താണ് ആറാമത്തെ പോയിന്റിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് any work of art, archaeological, scientific or art collection, book, manuscript, drawing, photograph or print to the government, okay, or a university or a national museum, national art gallery, national archives or any such other public museum or institution may be notified by the central government. അതായത് ഗവൺമെൻറ്റിന് അണ്ടറിൽ എന്താണ് പ്രവർത്തിക്കുന്ന മ്യൂസിയം ആവട്ടെ, ആർട്ട് ഗാലറി ആവട്ടെ, ആർക്കൈവ്സ് ആവട്ടെ, അതായത് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ആർക്കൈവ്സ്.
ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് തന്നെ ആവട്ടെ, ഇത്തരത്തിലുള്ള ആർട്ട്, ആർക്കിയോളജിക്കൽ, സയൻറ്റിഫിക് അല്ലെങ്കിൽ ആർട്ട് കളക്ഷൻ, ബുക്ക്, മാനുസ്ക്രിപ്റ്റ്, ഡ്രോയിങ്, ഫോട്ടോഗ്രാഫ്, പ്രിൻ്റ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് അവിടെ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റായിട്ട് അതിനെ പരിഗണിക്കുന്നില്ല. എട്ടാമത്തെ പോയിന്റ്, എനി കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഡിബഞ്ചർ സ്റ്റോക്ക് ഓർ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. അതായത് ഡിബഞ്ചറിനെ ഡിബഞ്ചർ സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ എന്താണ് ഷെയറുകളായിട്ടോ ഡിബഞ്ചറുകളായിട്ടോ മാറ്റുകയാണെങ്കിൽ എന്താണ് അവിടെ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഡിബഞ്ചറിൻ്റെ സ്വഭാവം മാറ്റുക, ഡിബഞ്ചർ സ്റ്റോക്കാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഒൻപതാമത്തെ പോയിന്റ്, എനി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ബൈ എ ഫോറിൻ കമ്പനി ടു അനദർ ഫോറിൻ കമ്പനി ഇൻ പെർസുവൻസ് ടു ദ സ്കീം ഓഫ് അമാൽഗമേഷൻ. അതായത് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ മറ്റൊരു ഫോറിൻ കമ്പനിക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. പത്താമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എനി ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ കറൻസി ബോണ്ട്സ് ഓർ ഗോൾഡ് ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ഹെൽഡ് ബൈ എ നോൺ റെസിഡൻറ്റ് ടു അനദർ നോൺ റെസിഡൻറ്റ് വെയർ ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരു NRI മീൻസ് എന്താണ്, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ വിദേശത്ത് പോയിട്ട് എന്താണ് ജോലി ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് NRI. നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് നോൺ റെസിഡൻറ്റിനെ കണ്ടിട്ടില്ല, അതാണ് NRI എന്ന് വെച്ചാൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു NRI മറ്റൊരു NRIക്ക് എന്താണ് കറൻസി ബോണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഡെപ്പോസിറ്ററി റെസീറ്റ് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. അപ്പോൾ ഈ ഒരു 10 പോയിന്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും തിയറി പോർഷൻസ് മാത്രം നമുക്ക് ഈ ഒരു പാർട്ടിൽ കവർ ചെയ്യാം. ബാക്കി വരുന്ന പ്രോബ്ലംസ് നമുക്കിനി സെക്കൻഡ് പാർട്ടിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സെക്കൻഡ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് സെർച്ച് ചെയ്യുക, അവിടെ ഞാനത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ.